അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുലവര തുല്യനാം സത്യപരാക്രമനങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ. എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും. വരിഷ്ഠതപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സേ നരപതേ. വൈകാതെ വരുത്തേണം ഋഷിശൃംഗനേ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടികർമ്മം. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനാൽ വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടികർമ്മം ഋഷിശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വങ്ങിദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം. അപ്പോഴേ തുടങ്ങി ശോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദികർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടി കൂടി വർദ്ധിച്ചു നൃപേന്ദ്രനും. കൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനംതോറും
അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു, കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം, അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനുമത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും, വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും, പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ, ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മീക്ഷണൻ. ഭുവനീശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ, സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും. കാരുണ്യാമൃത രസസമ്പൂർണ നയനവും കാരുണ്യാംബര പരിശോഭിത ജഘനവും. ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും. കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖ മണ്ഡനങ്ങളുമിന്ദു മണ്ഡലവദനവും. പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദബ്ജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും. മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ, നമസ്തേശ്വര ശൗരേ, നമസ്തേ ജഗൽപദേ. നിന്തിരുവടിമായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാക്കിൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ. അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ, നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ. നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ, നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി. നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമശൻ, നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യനാഥൻ. നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ. നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം
അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമിനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥ കുലസംസാര ദുഃഖാംബുദൗ നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നീ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാണാനും യോഗം വന്നു. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷമോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപതി. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശമറിക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷാദ്യമോ രൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടണം ദയാനിധി. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കണം ദുഃഖസംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു, മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരം. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവരന്മാർ നിർമ്മലഭാവങ്ങളാ സ്തുതിച്ചു സേവിക്കയായി. മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനിയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം അദർശന മോക്ഷത്തിനായിട്ടുള്ളോ നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൾ എന്നിൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്തിനിഹ നമ്മിലെ സംവാദമിത് ആദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നു. ഇന്ദ്രനീലാഭ പൂണ്ട് സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂഡാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനനുണ്ടായതെന്നാശു കേട്ടൊരു പങ്ക്തി സെന്തനനത പരമാനന്ദാകുലനായ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്ത പുത്രപത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയി സുതൻ പിറ്റേ നാളും. സുമിത്രാപുത്രന്മാരുണ്ടായിരുവരും മിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും
പെയ്തിതോ സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലേ രമിച്ചിടുന്നു നിത്യവുമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയീ തനയനും ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്യതനായ സുമിത്രാതനയനും ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം. ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാതൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണവാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണ്ണാലാപപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ദവം കൊണ്ടും ബിന്ദുഗതെന്താംബരചുംബനരസം കൊണ്ടും ബിന്ദുരതെന്താങ്കുരസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിതപാദാബ്ജദ്വയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. ഭർത്താവിന്നതിവാസമുണ്ടായൊരയോധ്യയിൽ പൊൽത്താർമാനിനിദാനം കളിച്ചു വിളങ്ങിനാൾ. ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചതുമില്ലേ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനയിച്ചിതു ബാലന്മാരെ. ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളുമശ്രമമെല്ലാം പാഠമായതു പാർത്താലെന്തൊരത്ഭുതം. അവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്രപത്രോത്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംബോ നിധിപാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യേകഭാവം കൈക്കൊണ്ടാരനുദിനം. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലൻ മുഖ്യനയോധ്യയ്ക്കാമാറെഴുന്നള്ളിയിടിനാൻ. രാമനായ അവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ
ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ. അസ്മജന്മവും ഇന്നു വന്നിതു സബലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥരാന്തരാത്മാവായിതു ഞാനിഹ തപോനിധി. ഇങ്ങനെയുള്ള നിങ്ങളിരുന്നെല്ലിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനീവരും എന്തോന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം ദയാനിധി. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നു മാരീചസുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരു. അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതിയെ രാമദേവനെ അയക്കേണം. പുഷ്കരോത്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടി നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതി കല്യാണമതേ കരുണാനിധേ നരപതി. ചിത്താചഞ്ചലനായ പങ്കിസന്ധന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തി ചൊല്ലിടിനാൻ. എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷ്യനല്ല രാമൻ മാനവശിഖാമണി മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. യോഗ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പ്രത്യീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖുചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ. യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോനിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനം കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി
ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതോണീരബാണഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാരാ കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികളീ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനിശുൽപിഭാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ ആടകാവനം പ്രാപിച്ചിടിനോരന്തരം ഗൂഢസ്മേരവം പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിതേ രാമ പോകുമാറിൽ ഈ വഴി ആരുമേ ഇതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ അവളെ പേടിച്ചാലും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലേണം അവളെ നീ വല്ല ജാതിയും അതിനെല്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകാമാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മല ചിറകറ്റു വീണതു പോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനീ തത്ര വസിച്ചു കാമാശ്രമി രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ പൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചാരതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമ
ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോനിധി. യാഗവും ദീക്ഷിച്ചിതു കൗശികനതു കാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീചസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാമവനെ 1 ശരം അന്നേരം. മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ. ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും. അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റൊങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൊക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും. പറ്റലർകുലകാലനാ